ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 13 വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ സമയം രാവിലെ 10 മണിയായി. ഞാനിപ്പോൾ നേപ്സറായി ഇന്ദിര എൻക്ലേവിലാണുള്ളത്. നമ്മൾ ഒലായിലെ ട്രിപ്പ് മതിയാക്കി. കാരണം ഒലായിൽ നമുക്ക് കണ്ടിന്യൂ ട്രിപ്പ് കിട്ടത്തില്ല. അങ്ങനെ അതിൽ നോക്കി നിന്നിട്ട് നമുക്ക് അവസാനം ഊബറിലെ ട്രിപ്പ് എടുക്കാൻ പറ്റാതെ ഊബറിലെ ട്രിപ്പ് അക്സെപ്റ്റൻസ് റേറ്റ് കുറഞ്ഞു നമ്മുടെ. അത് കാരണം ഞാൻ ഒലായിലെ ട്രിപ്പ് മതിയാക്കി ഊബറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഊബറിലെ ഇൻസെൻറ്റീവ് എടുക്കാൻ നോക്കുക. ഇനി ഊബറിൽ ഒരു പ്രയോജനമുള്ളതെന്ന് പറഞ്ഞാണ്ടല്ലോ, ഊബർ നമുക്ക് കണ്ടിന്യൂ ട്രിപ്പ് ഒന്നിട്ടിരിക്കും. നമ്മൾ അക്സെപ്റ്റൻസ് റേറ്റ് കൂടുതലാണെങ്കിൽ കണ്ടിന്യൂ ട്രിപ്പ് ഒന്നിട്ടിരിക്കും. അതായത് ഊബറിൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുമ്പം ഊബർ മോട്ടോ ആൻഡ് മോട്ടോ സേവർ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കാണിക്കും. അതിൽ മോട്ടോ സേവറിനകത്ത് കസ്റ്റമറിനെ കുറച്ച് വെയിറ്റ് ചെയ്യുക, റേറ്റ് കുറച്ച് തരാമെന്ന് പറഞ്ഞ് ഊബർ പിടിച്ചു നിർത്തും. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് എടുത്ത് പോകുന്ന റൂട്ടിലേക്കായിരിക്കും അടുത്ത ബുക്കിംഗ് വരുന്നെങ്കിൽ കസ്റ്റമറെ അവർ വെയിറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ട്രിപ്പ് തരും. അങ്ങനെ എനിക്ക് കുറേ ട്രിപ്പുകൾ വന്നിരുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂ ട്രിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കണ്ടിന്യൂ ട്രിപ്പും തരും. ഊബറിനും ലാഭം, നമുക്കും ലാഭം. അങ്ങനെ എൻ്റെ ആ ഒരു ബെനഫിറ്റ് ഈ ഓലയിൽ ലോഗിൻ ചെയ്ത കാരണം കളഞ്ഞു. അവസാനം ഓലയിലോട്ട് ട്രിപ്പും തരത്തില്ല, നമ്മുടെ ഊബറിലുള്ള ട്രിപ്പ് എടുക്കാനുള്ളത് പരിപാടിയും കളഞ്ഞവർ. അത് കാരണം ഞാൻ ഇനി അടുത്ത 4 ദിവസം കൊണ്ട് 102 ട്രിപ്പ് നമുക്ക് ഊബർ ചെയ്താൽ നമുക്ക് 1200 രൂപ വരെ ഇൻസെൻറ്റീവ് എടുക്കാം ഈ ആഴ്ച. ഇന്ന് ഹോളിഡേ ദിവസമാണ്, ഇന്നും നാളെ. എവിടെ നിന്നൊക്കെ വെള്ളവേറ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കൊരു 4-5 മണി വരെ ഓടിയിട്ട്, ഇന്നിപ്പോൾ റൈഡർമാർ കുറവാണ്, നോമ്പുമാണ്, ഹോളിയുമാണ്. അപ്പം റൈഡർമാർ കുറവാണ്, റൈഡ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതാണോ നീ കുഞ്ച് 7536. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു. 8.9 കിലോമീറ്റർ 29 മിനിറ്റ്. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. നമ്മളിപ്പം ഷാപ്പൂർ ജാട്ടിലെത്തി. 71 രൂപയാണ് ഫസ്റ്റ് ട്രിപ്പിന് കിട്ടിയത്. 8 കിലോമീറ്റർ 71 രൂപ. അങ്ങനെ നമ്മൾ അടുത്തൊരു 3 ട്രിപ്പുകൾ എടുത്ത് JNU ക്യാമ്പസിലെത്തി. നമ്മൾ സമയം 11 മണിയായി. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 158 രൂപയായി കൂടി. ചെറിയ ട്രിപ്പുകൾ കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടതുകൊണ്ട് ചെറിയ ട്രിപ്പുകളെല്ലാം നമ്മൾ എടുക്കുക. ചെറിയ ട്രിപ്പുകളൊന്നും മിസ്സാക്കുന്നില്ല. ഇന്നിപ്പോൾ ട്രാഫിക് ജാം കുറവായിട്ടുണ്ടല്ലോ, നമുക്ക് ചെറിയ ട്രിപ്പ് എടുത്താലും നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ 2 ദിവസത്തെ ഓട്ടത്തിൻ്റെ ഗുണം. അതാണ്, ട്രാഫിക് ജാം കാണത്തില്ല, ഇഷ്ടംപോലെ ട്രിപ്പും വരും. കൂടുതൽ ട്രിപ്പ് വരുന്ന റൈഡർമാർ കുറവായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ട്രിപ്പ് കിട്ടുന്നത്. മെനക്കെടേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം നമുക്ക് പൂർവാഞ്ചൽ ഹോസ്റ്റലിൽ നിന്ന് ഇതിനകത്തേക്ക് തന്നെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. പിൻ നമ്പർ
ഇസ്കാന്തറിന് അങ്ങനെ 29 അടുത്ത ട്രിപ്പും കഴിഞ്ഞു. ജെയിൻ ക്യാമ്പസിലെത്തി. ഇവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു പോകുന്നത്? വെളിയിലോട്ട്. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. നിസാമുദ്ദീൻ പോണ്ട. വസന്ത് വിഹാർ മെട്രോ സ്റ്റേഷനിലേക്ക് അടുത്ത ട്രിപ്പ് കിട്ടി. നെക്സ്റ്റ് ട്രിപ്പ് ഇവിടെ നിന്നായിരുന്നു. OTP അങ്ങനെ 26 രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു. അങ്ങനെ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ 6 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 208 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് മുനീർക്കലെത്തി. അങ്ങനെ ഇപ്പോൾ സമയം 1:30 ആയി. ഇതുവരെ നമ്മൾ 3.5 മണിക്കൂർ കൊണ്ട് 425 രൂപയ്ക്കാണ് ഓടിയേക്കുന്നത്. ഊബറിൽ 10 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഓലായിൽ 1 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് JNU വിട്ടിട്ട് ഇപ്പം നമ്മൾക്ക് കിഷൻഗഡിയിൽ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. സെക്ടർ D വസന്തകുഞ്ചിലേക്ക്. മുമ്പ് ഞാൻ ഈ കിഷൻഗഡി വന്നിട്ട് ഒരു ട്രിപ്പ് എടുത്തിട്ട് തിരിച്ചു പോയതാണ്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് 2 വെള്ളം നിറച്ചിട്ട് എറിഞ്ഞ് കറക്റ്റ് എൻ്റെ ഹെൽമെറ്റിൻ്റെ മണ്ടയ്ക്ക്. കുറേ നേരത്തിന് പിന്നെ തലവേദനയായിരുന്നു. ഇത്ര ഹെൽമെറ്റിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ ഇത്രയും ഉയരത്തിൽ നിന്ന് എറിയുമ്പോഴേ തലവേദന എടുക്കും. നെക്സ്റ്റ് ട്രിപ്പ് ഇവിടെ നിന്നായിരുന്നല്ലോ. बैठी यहीं पे है ना? हाँ लोकेशन यही दिख रहा है. ओके थैंक यू. അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ വസന്തകുഞ്ചിലെത്തി. 44 രൂപയുടെ ട്രിപ്പ്. ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കാർ കിടക്കുന്നുണ്ടോ? ഈ കിടക്കുന്ന കാറ് ഡാൻസിങ് കാർ. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു പാർക്കിംഗ് ഏരിയ കൊണ്ട് ഞാൻ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് കുറച്ച് ചുമ്മാ ഒരു കാറിനകത്തോട്ട് നോക്കിയപ്പോൾ ആണ് ഡാൻസിങ് കാറായിരുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത 2 ട്രിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് ഷാപ്പൂർ ജാട്ടിലെത്തി. ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് അടുത്തൊരു 80 രൂപയുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു.
അടുത്ത ചെറിയൊരു ട്രിപ്പ് കിട്ടി സബ്ദർജംഗ് എൻക്ലേവിലേക്ക്. സിഗ്നൽ കിട്ടുമോ? ആ കിട്ടി, രക്ഷപ്പെട്ടു. ഓ ഇത്ര സ്പീഡിൽ വീശി ഇപ്പം പണി കിട്ടിയനെ. ഇന്ന് രാവിലെ മുതൽ ഒരു മഴയുടെ ലക്ഷണമുണ്ട്. മഴ പെയ്യായിരുന്നാൽ നല്ലതായിരുന്നു. നാളെ രാവിലെ മഴ പെയ്തു. നാളെ ഉച്ച കഴിഞ്ഞ് ഇഷ്ടംപോലെ ട്രിപ്പ് വരും. പക്ഷെ രാവിലെ ഞാൻ ഇറങ്ങുന്നില്ല. രാവിലെ എല്ലാവരും കള്ള് കുടിച്ചിട്ടെല്ലാം വണ്ടി അലമ്പായിരിക്കും. കള്ള് കുടിച്ചിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം എൻ്റെ മുമ്പിലൊരു ഓട്ടോ വന്ന് മറിഞ്ഞതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി 1500 രൂപയ്ക്ക് ഓടി. ഇവിടെയാണ് നെക്സ്റ്റ് ലൊക്കേഷൻ. ദിസ് ഈസ് പ്രിയങ്ക. സബ്ദർജംഗ് എൻക്ലേവ്. അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് മുനീർക്കൽ വിട്ടിട്ട് നേരെ പോയി പെട്രോൾ അടിച്ച് എയറൊക്കെ അടിച്ച് നാളത്തേക്കുള്ള വണ്ടി സെറ്റായി. നാളത്തേക്കുള്ള പെട്രോൾ അടിച്ചിട്ട് അപ്പോൾ നമുക്ക് വസന്ത് വിഹാർ മെട്രോയുടെ അവിടെ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. വസന്ത് കുഞ്ചിലേക്ക്. ഇവിടെ നിന്നാണ് ശ്രീരഞ്ജിനിയുടെ പിക്കപ്പ്. अच्छा इधर देखो. हाँ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. 7324. अच्छा हेलमेट है. അങ്ങനെ നമ്മൾ വസന്ത് കുഞ്ചിലെ ട്രിപ്പ് വിട്ടു. വസന്ത് കുഞ്ച് സി ബ്ലോക്കിലെത്തി. ഇപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വസന്ത് കുഞ്ച് സി ബ്ലോക്ക് ഇതാണോ? आपने बुक किया ना ऊबर? ऊबर बुक किया ना? हाँ जी हाँ जी हाँ हाँ. पिन नंबर पिन है 6877. അങ്ങനെ ഇപ്പോൾ 8 മണിയായി സമയം. ഇതുവരെ നമ്മൾ 27 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഊബറിൽ, ഓലായിലൊരു ട്രിപ്പ്, അങ്ങനെ 28 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഊബറിൽ നമ്മൾ 1362 രൂപയ്ക്ക് ഓടി 10 മണിക്കൂർ കൊണ്ട്. ഓലായിൽ ഒരു ട്രിപ്പ് ഓടി 32 രൂപയുടെ. അങ്ങനെ മൊത്തം 1394 രൂപയ്ക്കാണ് നമ്മൾ ഓടിയത്. വണ്ടി 150 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 300 രൂപയുടെ പെട്രോൾ കൂട്ടിയാൽ നമുക്ക് 1700 രൂപയാണ് ഇന്നത്തെ ബാലൻസ് 10 മണിക്കൂർ കൊണ്ട്. ഇപ്പോഴും ട്രിപ്പ് വരുന്നുണ്ട്, പക്ഷേ നല്ലൊരു മഴക്കോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നിനി ഞാൻ ഓടുന്നില്ല. എല്ലാവരും ഹോളിയുടെ പർച്ചേസിങ്ങിലാണ്. വാട്ടർ പമ്പൊക്കെ മേടിക്കുന്ന തിരക്കിലാണ്. ബലൂൺ, വാട്ടർ പമ്പ്,
ഇതെല്ലാം വാങ്ങിച്ച് നാളെ പൊളിക്കാനുള്ള പരിപാടിയാണ്. ഞാനതുകൊണ്ട് നാളെ ഉച്ച കഴിഞ്ഞേ ഓടുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് നാളത്തെ വീഡിയോയുമായിട്ട് കാണാം.